പക്ഷെ ജാസ്മിൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ആൾക്കാർ നമ്മള് നല്ല പുറത്തുള്ളവർ സംസാരിക്കേണ്ട കാര്യം ശരിക്കും. കാരണം എന്റെ കൂടെ നിന്ന ആളെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. അത് അവസാനം വരെ ഞാൻ അയാളുടെ കൂടത്തിൽ നിൽക്കുന്നു. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, ചെയ്യണ്ട. അല്ല, കൂടെ നിന്ന ആളെ അവസാനം വരെ നിൽക്കുന്നു. കൂടെ നിന്ന ആൾക്കാർക്ക് അവസാനം വരെ നിന്നോ, ചതിച്ചില്ലേ? പക്ഷെ അതിനിടയ്ക്ക് ഒരു സാധനം അവിടെ ജാസ്മിന്റെ വായന്ന് വീണു. ഇത് സായിയുടെ വായന്ന് ഫസ്റ്റ് വീണു. അതുകൊണ്ട് ഇതൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. സായി കേറി വന്ന സമയത്ത് ജിൻഡോനെ വിളിച്ചത് മാമാന്നാണ്. സത്യം, യു റിമെമ്പർ? സായിയുടെ കയ്യിൽ ജിൻഡോക്കെതിരെ പൊട്ടിക്കാൻ ഒരു ബോംബുണ്ട്. 2. മൂന്നാമത് ജാസ്മിൻ ഇന്ന് സംസാരിച്ചപ്പോ നിന്റെ അച്ഛനോ. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ജൂൺ 3 ലൈവ് പ്ലസ് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ യൂഷ്വൽ വീഡിയോ. ഇന്നലെ ഇതുണ്ടായിരുന്നില്ല വീഡിയോ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു പടം നയിച്ചത്. വയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറണമല്ലോ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇന്ന് സ്കൂളുണ്ട്, അപ്പൊ അതിന്റെ തിരക്കൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആകെ ടയർഡായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരേണ്ടത്. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നോട് ആരൊക്കെയോ ചോദിച്ചു, ചേച്ചിനെ മിസ് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ലവ് യു. ഇന്നൊരു ഡിഫറൻറ്റ് സെറ്റപ്പ് ആയിട്ടൊന്ന് മൊബൈലിൽ നേരിട്ട് എടുക്കുക. ക്യാമറയും മൈക്കിലും നിന്നില്ല. നേരെ സ്കൂൾ തുറന്നു, ആകെ സുഖം പോയി. കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും തിരക്കിലേക്ക് തിരിഞ്ഞു. അതെ. പിന്നെ അപ്പോ നമ്മൾ ഇന്ന് വളരെ ചുരുക്കിയിട്ട് ഷോർട്ട് വീഡിയോ കേട്ടോ. നമ്മൾ സാധാരണ മാതിരി എന്നും പറയും ഷോർട്ട് വീഡിയോ, പക്ഷെ എന്തെങ്കിലും പറഞ്ഞ് നീട്ടം കൂടും. ഓക്കെ, പക്ഷേ നമ്മൾ ഷോർട്ട് വീഡിയോ 1-2 കാര്യങ്ങൾ. ഒന്ന് നോറ തിരിച്ചു വന്നത്, രണ്ടാമത് ജിൻഡോ ജാസ്മിൻ ഫൈറ്റ്, പിന്നെ ലാസ്റ്റ് ജിൻഡോന്റെ എപ്പിസോഡിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു കേട്ടോ. ഫസ്റ്റ് നോറ തിരിച്ചെത്തി. ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് തന്നെ പറഞ്ഞിരുന്നു, നോറയുടെ ഭാവത്തിൽ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എന്ന് എപ്പിസോഡിൽ എന്തോ ഭയങ്കര സംഭവമായിട്ട് എടുത്ത് കാണിച്ചു. പക്ഷെ ലൈവ് കണ്ടവർക്ക് അറിയാം, കാര്യമായിട്ടുള്ള ഒരു ചർച്ച ചെയ്തിട്ടില്ല. അവര് കാര്യമായിട്ട് നോറ ഒന്നും കേട്ടിട്ടില്ല, അതിൽ വലിയ ബുദ്ധിപരമായിട്ട് കളിച്ചിട്ടില്ല. പറയാനും ആളില്ല. വലിയ ബുദ്ധിപരമായ ചർച്ചകൾ ചെയ്യാം. ആകെപ്പം എന്താ വെച്ചാൽ എല്ലാരും പണപ്പെട്ടിന്റെ പുറകെയാണ്. പിന്നെ നോറയ്ക്ക് അങ്ങനെ കേട്ടിട്ട് പിന്നെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമുള്ളതൊന്നും കേട്ടിട്ടില്ല. ജസ്റ്റ് ഇവര് ജാസ്മിനൊക്കെ പറയണ ആകെ ആ കട്ട എന്തിനാണ് നോറ വെച്ചത് എന്നൊക്കെ ആയിരുന്നു. അങ്ങനത്തെയൊക്കെ ചെറിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആകെ ഒരു ട്വിസ്റ്റ് ഇവിടെ വന്നിട്ടെന്ന് വെച്ചാൽ നന്ദന, ആക്ച്വലി സായി പറഞ്ഞു നന്ദന പോണതിന് മുന്നേ തന്നെ ഉണ്ടെന്നുള്ളത്. നന്ദന പോയതോടുകൂടി പണപ്പെട്ടിയുടെ കാര്യത്തിൽ ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. കാരണം നന്ദനയ്ക്ക് പണപ്പെട്ടി എന്നുള്ള കണ്ടീഷനിലാണ് സായിയും കളിച്ചിരുന്ന് തോന്നുന്നുണ്ട്. അറിയില്ല എന്താ അത്യാവസ്ഥ നമുക്കറിയില്ല. എന്താ കാര്യം വെച്ചാല് ഈ അഭിഷേകും ഋഷി പക്ഷെ അധികം സംസാരിക്കുന്നില്ല. അഭിഷേക് സായി ഇവരൊക്കെ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ലൈവിലൊക്കെ. അത് എനിക്ക് എന്തോ അല്ല, ഋഷിക്ക് വീടില്ല. ഋഷിയുടെ സംസാരം എങ്ങനെ ഉണ്ട്? അഭിഷേക് സംസാരിച്ചിട്ട് പേഴ്സണലി എനിക്ക് ഇതിൽ കണ്ടസ്റ്റൻസിൽ കുറച്ചൊക്കെ ഒരു ഇതുള്ള ആളാട്ടോ അഭിഷേക്. കുഴപ്പമില്ലേക്ക് ഇഷ്ടമാണ്. പക്ഷെ അഭിഷേക് ഇപ്പൊ ഇന്നൊന്നിലേക്കായിട്ട് ഒരുപാട് തവണ ഇതിങ്ങനെ പറയുമ്പോ നമുക്ക് കേൾക്കണവർക്കും എന്തിനാ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. അല്ല, അവിടെ ഇപ്പൊ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന 2 ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ, ജാസ്മിനും ജിൻഡോയിലേ ഉള്ളൂ. ബാക്കിയുള്ളവരെ കഥയൊക്കെ നമുക്ക് അറിയില്ല, നമുക്ക് പ്രതീക്ഷയില്ല. അവർക്കും കോൺഫിഡൻസ് ഇല്ല തോന്നുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും സായി ഇപ്പം എന്തോ ഒരു കാര്യം പറഞ്ഞു. ഞാൻ 2-3 പ്രാവശ്യം പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നു. ആ കാര്യം സായി അല്ല, സായി അഭിഷേകോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അഭിഷേക് പറഞ്ഞ സംഭവമുണ്ട്, സായിക്ക് പഴയ കോൺഫിഡൻസ് ഇല്ല. സായിന്റെ കോൺഫിഡൻസ് ഒക്കെ പോയിട്ട് നെക്സ്റ്റ് വീക്കിൽ എവിക്ഷൻ വരും. അപ്പം മിക്കവാറും പണപ്പെട്ടിന്റെ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മൂപ്പർ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അഭിഷേകിന്റെ ഭാഗത്തുനിന്ന് ഒരു സംസാരം കണ്ടു. അല്ലേ, ഋഷിനായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഒന്നത്. പിന്നെ ഇപ്പം എന്താ രണ്ടാമത്തെ കേസിലുള്ളത്? ഇതോ ഒരു സംഗതി കൂടി, ഈ നോറയുടെ കേസ്. നോറ വന്നപ്പോ ശരിക്കും നല്ല സന്തോഷം തോന്നി എനിക്ക് ജിൻഡോക്ക് കേട്ടോ. അതിന് അഭിനയിക്കണോന്ന് അറിയില്ല. ജിൻഡോ കുറിച്ച് നല്ല. പിന്നെ ജിൻഡോ നോറയെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോ മറ്റുള്ളവരൊക്കെ പറയുന്നത് അത് ഇയാളുടെ ഒരു ഐഡിയ ആണ്. കാരണം എന്താ വെച്ചാൽ നോറയെ തിരിച്ചു കൊണ്ടുവന്നപ്പോ നോറയ്ക്ക് ഭയങ്കര ഫാൻസ് ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ജിൻഡോ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇപ്പൊ എല്ലാരും പറയണത്. അതിനുള്ള പക്ഷെ നോറ എന്നിട്ട് ജിൻഡോനോട് അത് ലൈവില് അംഗീകരിക്കുന്നുണ്ടാ, നിങ്ങൾ ആദ്യം എന്നെ ഒന്ന് അങ്ങനെ രീതിയിൽ സംസാരിച്ചു, പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് വന്നു പോയതിനു ശേഷം നിങ്ങൾ വളരെ നല്ല രീതിയിലാണ് എന്നോട് നിന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് നോറ ജിൻഡോനോട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, നീ അങ്ങനെ ചെയ്തൊക്കെ ജിൻഡോയും പറയുന്നുണ്ടായിരുന്നു. ഇതെന്താ പറയുക, അൾട്ടിമേറ്റ്ലി ഒരു ഗെയിം ഷോ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, എന്തായാലും ഫൈനൽ ഇതിലേക്ക് എത്തുന്ന സമയത്ത് ജാസ്മിൻ മറ്റേ ഇവരെ ഫൈറ്റിക്ക് പോകുന്നതിന് മുന്നേ ജിൻഡോന്റെ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള ജിൻഡോയുടെ ഒരു
സംസാരം കണ്ടു, അയാളുടെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ വിധോ, മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ. അത് മിറർ നോക്കിയിട്ട് പറയാനുള്ളത്, മിറർ നോക്കിയിട്ട് പറയാനുള്ളതില് ജിൻഡോ വളരെ നന്നായി സംസാരിച്ചു. ഞാൻ എന്റെ ഒരു വേർഷൻ ഞാൻ പറയാം. ജിൻഡോ വളരെ നന്നായി സംസാരിച്ചു ജിൻഡോയുടെ ഭാഗത്ത് നോക്കിയിട്ട്. ഇപ്പൊ സിജോ ആണ് സംസാരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഒന്നും കൂടി നന്നായി സിജോ സംസാരിക്കാൻ പറ്റും. ഇവിടെ ജിൻഡോയുടെ കേസിൽ എന്താണെന്ന് അറിയാം, ജിൻഡോ അങ്ങനെ സംസാരിക്കാത്ത ആളാണ്. ഞാൻ അതാണ് അല്ലാണ്ട് ജിൻഡോ ഭയങ്കര സംഭവമായിട്ട് മാരക സ്പീച്ച് കൊടുത്തു എന്നുള്ളതാണ്. ജിൻഡോക്ക് നമ്മൾ കണ്ടിടത്തോളം അധികം സംസാരത്തിൽ ക്ലിയർ ആവാതെ അത് ബാക്കി പറയല്ലോ കേട്ടോ. ജിൻഡോ തന്നെ പറഞ്ഞു അധികം സംസാരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ ജിൻഡോ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഇപ്പൊ ഞാൻ ബിലീവ് ചെയ്യുന്ന സംഭവം മേ ബി റൈറ്റ് ഓർ റോങ്, ഓക്കെ എന്റെ ഇത് പറയട്ടെ. ഇതോ അതായത് നമ്മൾക്ക് ഇപ്പോൾ അധികം സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാൾ നന്നായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു റിയൽ ഫാക്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഒരാൾക്ക് അധികം സംസാരിക്കാൻ നല്ല സംസാരിക്കുന്ന അറിയുന്ന ആൾക്ക് ഒരുപാട് ഫേക്ക് ചെയ്ത് സംസാരിക്കാൻ പറ്റും. നുണകളും കള്ളങ്ങളും കാര്യങ്ങളും പൊലിപ്പിച്ചിട്ടൊക്കെ പറയാൻ പറ്റും. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി കാര്യങ്ങൾ ഇത്ര കറക്റ്റായിട്ട് പറയാന്ന് പറയുമ്പോൾ അത് സത്യാവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അയാളുടെ ജീവിത ചരിത്രം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അയാളുടെ ലൈഫ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊക്കെ റീകോൾ ചെയ്യുന്ന സമയത്ത് ഒക്കെ പറഞ്ഞു അതിന് കല്യാണം കഴിക്കാം, അമ്മയ്ക്ക് വേണ്ടി ഇനി അത് വന്നില്ലെങ്കിലും ഞാൻ കല്യാണം കഴിക്കും പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി ഞാൻ കല്യാണം കഴിക്കും പറഞ്ഞു. അതുപോലെ എനിക്ക് സിനിമയിൽ അഭിനയമായിരുന്നു അത്ര ഇത് അങ്ങനെ എല്ലാ കാര്യം സംസാരിച്ചു വളരെ നന്നായിട്ട് നല്ല രീതിയിൽ. അത് ഇതുകൊണ്ടാണ് ഞാൻ അത് ഇത് റീസൺ എന്താണ്, അല്ലാണ്ട് ഇനിയിപ്പോ ജിൻഡോനെ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ നിഷ്പക്ഷല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടീം ശ്രീതു സംസാരിച്ചു, ഞാൻ കേട്ടില്ല, അത്ര വ്യക്തമല്ലായിരുന്നു. പക്ഷെ എനിക്ക് ജിൻഡോയുടെ സംസാരം തന്നെയാണ്. കാരണം അയാൾ റിയൽ ഫാക്റ്റാ പറയുന്നത് തോന്നി, അറിയില്ല നമുക്ക്. കാരണം എന്താ വെച്ചാൽ അയാളുടെ സംസാര രീതി കണ്ടതുകൊണ്ട്. ഓക്കെ, പിന്നെ എന്ത് പറയാനുള്ള ഇമ്പോർട്ടന്റ് കാര്യം, നമ്മളെ ജാസ്മിനും ജിൻഡോയും തമ്മിലൊരു ജിൻഡോ ജാസ്മിനും തമ്മിലുള്ള അടി ഞാനതില് റെക്കോർഡ് ജസ്റ്റ് ഒന്ന് വേണ്ട കേൾപ്പിക്കണ്ട, ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. സംഗതി ഒന്നുമില്ല. ഗബ്രി പോയതിനു ശേഷം ജിൻഡോ തുടക്കട്ട് സായി പറഞ്ഞു നിന്റെ പ്രശ്നം എന്താണ്, നിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് ഇവിടുന്ന് പുറത്തേക്ക് പോയിരിക്കണത് പറഞ്ഞു. അവിടെയാണ് തുടക്കം. അപ്പൊ അവള് ആലോചിച്ച് കിടന്നിട്ട് പറഞ്ഞു എന്താണ് എനിക്ക് മിസ് ചെയ്യണ്ടേ വല്ലാണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവനെ മിസ് ചെയ്യുന്നത് പറഞ്ഞു. അറിയില്ല നമുക്ക് വിറ്റങ്ങളൊക്കെ മനസ്സെന്താണ്. പക്ഷെ രണ്ട് രീതിയിലാക്കാം. ഗബ്രിയുടെ സപ്പോർട്ട് പുറത്തുനിന്ന് ഗബ്രി ഒക്കെ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ചെയ്ത് തുടരട്ടെ, ആ സപ്പോർട്ട് വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ടാവാം ജാസ്മിൻ പറഞ്ഞത്. ഒരു രക്ഷ ഒന്നുകിൽ അതാവാം, അല്ലെങ്കിൽ ചിലപ്പോ അതിന് ആത്മാർത്ഥമായിട്ടുണ്ടാവാം, നമുക്കറിയില്ല. ഞാൻ പറഞ്ഞ അവര് മനസ്സിലുള്ളത് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടാവാം, അല്ലെങ്കിൽ മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, എന്തോ ഒരു കാര്യം കംപ്ലീറ്റ് മിസ്സാവുന്നുണ്ട്. മൂന്നാമതൊരു കാര്യം കൂടി ഉണ്ട്. മൂന്നാമതൊരു കാര്യം കൂടി ഉണ്ടല്ലോ, എനിക്കിന്ന് ഭയങ്കര മിസ്സിങ് വരും കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. പോട്ടെ, എന്തായാലും മൂന്നാമത്തെ കാര്യം ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നാലാമത്തെ അഞ്ചാമത്തെ കാര്യം നോക്കി പോവാ അല്ലേ? അല്ല, അപ്പൊ ഒരു സത്യസന്ധമായ കാര്യം പറഞ്ഞു നമ്മളെ ജിൻഡോ, എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇതെങ്കിലും പറയൂ. പറഞ്ഞോ, അല്ല മിസ് ചെയ്യുന്നുണ്ട് പറഞ്ഞ സമയത്ത് അല്ല മിസ് സംഭവം ഒന്നുമില്ല, അല്ലാന്നുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്, പക്ഷെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതുപോട്ടെ, ഞാൻ പറഞ്ഞാൽ ഇത് ബേസിക്കലി ഇത് ഈ സംഗതി പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ചങ്ങായി ഇവിടുന്ന് മറ്റേ ഗബ്രി അവിടെ നിന്ന് ഇറങ്ങി പോയതിനു ശേഷം ഇവക്ക് കുറച്ചൊരു വ്യത്യാസമുണ്ട്. അത് സത്യമാണ്. ജിൻഡോ പറഞ്ഞുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ജിൻഡോന്റെ പി ആർ ഒന്നും പറയണം, നമ്മൾ ഒരു തേങ്ങയും പി ആർ ഒന്നും ഇല്ല, നമ്മൾ അതിന് മാത്രം ഇല്ലേരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ജിൻഡോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയ സംഗതിയാണ് ഈ സത്യം തന്നെ. ഇനി വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം കൊണ്ടുവരണ്ട, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സംസാരിക്കുന്ന. അപ്പൊ മര്യാദയ്ക്ക് പോണ നോക്കി ഞാൻ ഇരിക്കും ചിന്തിച്ചായിരുന്നു. അപ്പൊ മര്യാദയ്ക്ക് പോണ നോക്കി എനിക്ക് പോകുന്നുണ്ട്, ഇനിയിപ്പോ ആ പോക്കന്നെ പോയിക്കോ, വെറുതെ അനാവശ്യമായിട്ട് ഗബ്രീന്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ഇത് ഇവിടെ നാട്ടിലുള്ള കൊള്ളാം. ഇനിയിപ്പോ ഇത് പറഞ്ഞ പോലെ ജിൻഡോന്റെ അതാണ് പ്രശ്നം. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ജിൻഡോ പറഞ്ഞപ്പോ സത്യം, കാരണം പുറത്തുള്ളവർ ആരും പറയാൻ വിചാരിക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പൊ അതും പറഞ്ഞിട്ട് പോണ്ട, ഇപ്പൊ പോണ പോലെ കളിച്ചോ കുട്ടിക്ക് അതാ നല്ലതെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ലാലേട്ട ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താണ്, സംസ്കാരം എന്നുള്ള സാധനം തൊടിയിൽ പോയി മാന്തിയാലോ, തൊടിയിൽ പോയി ഹൈക്കോട്ടെ എടുത്ത് കളച്ചാലോ മാന്തിയാലോ പീടിയെ പോയി വാങ്ങിയാലോ കിട്ടില്ല. കമന്റ് ഇട്ടാലും ഒരു വസ്തു ഒരു തേങ്ങ. ഇത്രയൊരു മനുഷ്യന് റെസ്പെക്ട് കൊടുക്കാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ സീരിയസ്ലി പറയാം, നെവർ സീൻ സച്ച് എ പേഴ്സൺ ഇൻ മൈ ഡയറക്ട് ലൈഫിൽ നമ്മൾ കണ്ടിട്ടില്ല. ഓൺ സ്ക്രീൻ ഇപ്പൊ ഇത്രയധികം ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ സമയത്തും എനിക്ക് തോന്നുന്നില്ല. ജാസ്മിനൊക്കെ ജാസ്മിൻ മൂസയൊക്കെ ഉണ്ടല്ലോ, മൂസയും ഇവരൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന സമയത്തും അറ്റ്ലീസ്റ്റ് ദേ ഷോഡ് സം റെസ്പെക്ട്. അത് ആ ഒരു ഇത് അതുപോലും ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെയാണ് ഈ ഇവള് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ,
പറയുക എന്നുള്ളതിന് പകരം പണയ ഞങ്ങളവിടെ ഈ ഭാഷ ഇല്ല കേട്ടോ, ഈ പണയ എന്നുള്ള ഭാഷ അതിന്റെ മീനിങ് എനിക്കറിയില്ല. ഓക്കെ, സംസാരിക്കുക, പണയ. ഈ പണയ എന്നുള്ള വാക്ക് പണ്ട് രജിസ്ട്രാർ ഉപയോഗിച്ചതിന്റെ പേരിലാണ് മഞ്ജു പത്രോസ് കിടന്നിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി അല്ലേ? ഞാനത് മറക്കില്ല. ആ ഇരിക്കുന്ന സ്ഥലം കൂടി, അതായത് ലാലേട്ടൻ വന്നിട്ട് എല്ലാരും കൂടി ഇരിക്കണ ആ മെയിൻ അവിടെ ഇരിക്കുമ്പോ പിന്നെ രജിസ്ട്രാർ വെറുതെ പറഞ്ഞാ നീ പണയണ്ട. അതില് എന്നോട് പറഞ്ഞ നിങ്ങൾ എന്താ പറഞ്ഞ മഞ്ജു പത്രോസ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. താനല്ലാതെ ഒരു 12-13 വയസ്സിൽ 15 വയസ്സിനെങ്കിലും മൂപ്പുണ്ടായിരിക്കും. ഇവർ സംസാരിച്ചു തുടങ്ങി അടി കൂടിയാ പറയും ഈ വാക്ക്, ഈ പണയണ്ട. എനിക്ക് പറയാൻ തന്നെ തോന്നുന്നില്ല ഈ പണയണ്ടാന്നും. പിന്നെ ഭാഷകൾ മാറ്റി സംസാരിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ രസമില്ല, വളരെ ഇത് നമുക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരുപാട് വരും. കാരണം ഇപ്പൊ ജാസ്മിന്റെ പുതിയ സൈന്യാധിപന്മാരൊക്കെ വന്ന കാലാണ്. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മൊമെന്റിൽ ഒരു വസ്തു ഇല്ലാതെ ചാടി വീണ സമയമാണ് ഇപ്പോൾ. കുറെ ആൾക്കാർ റീൽസ് ഒക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട്. അതപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ വ്യൂസാണ്. നമ്മളെ കൂടെ നിൽക്കുന്നതിന് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. ഞാൻ സീരിയസ് ആയിട്ട് ഇപ്പൊ നമ്മളൊരിത് പറയാണ്, എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം. അതായത് നമ്മൾ 1-2 വയസ്സിന് മൂത്ത ആൾക്കാരാണെങ്കിലും കൂടി ആ റെസ്പെക്ട് കൊടുത്തിട്ട് ഞാനൊന്നും സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമുള്ളൂ. അതല്ലാതെ ഒരു 10-15 വയസ്സിന് മൂത്തുള്ള ആളെ എടോ പോടോ താന്ന് വിളിക്കുന്ന ആളെ പുല്ല് വിലയാണ്, പട്ടി വിലയാണ്. എനിക്കിഷ്ടമല്ല. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമേ അല്ല ഇത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവിടെ ഈ ജിൻഡോക്ക് കേസ് വായ ഓർക്കുന്ന സമയത്ത് ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് PR ആയിട്ടല്ല. സംസാരിക്കണം, ഈ കളി അങ്ങനെയാണ്. സംസാരിച്ചോട്ടെ, അതിനൊരു മിനിമം. പിന്നെ എത്ര ആള് ജിൻഡോക്ക് കേസ് പ്രായമുള്ള ആൾക്കാർക്ക് സംസാരിക്കുന്ന സമയത്ത് എന്ത് തേങ്ങിയത്, എന്ത് വർത്താനത്. ഇതൊക്കെ പുറത്തുള്ള ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ജാസ്മിൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ആൾക്കാർ നമ്മള് നല്ല പുറത്തുള്ളവർ സംസാരിക്കേണ്ട കാര്യം ശരിക്കും. കാരണം എന്റെ കൂടെ നിന്ന ആളെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. അത് അവസാനം വരെ ഞാൻ അയാളെ കൂടത്തിൽ നിൽക്കുന്നു. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. അല്ല, കൂടെ നിന്ന ആളെ അവസാനം വരെ നിൽക്കുന്നു. കൂടെ നിന്ന ആൾക്കാർക്ക് അവസാനം വരെ നിന്നോ, ചതിച്ചില്ലേ? ഞാൻ അതന്നെയാണ് ഉദ്ദേശിച്ചത് അറിയാൻ വേണ്ടി. ഇങ്ങനെ ഈ പകുതിക്ക് വെച്ച് വിട്ട ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇനിയിപ്പോ അത് എടുത്തിട്ട് പറയേണ്ട കേസ് തന്നെയാണ്. അത് പറയേണ്ട കേസാണ്. കാരണം ഇന്ന് റെലവെന്റ് ആയിട്ടുള്ള പറഞ്ഞൊരു കാര്യമാണ്. കൂടെ വന്ന ആൾക്കാരെ വിടില്ല സ്വാഭാവികം. ബിഗ് ബോസിക്ക് കയറ്റി വിട്ട ഒരാള് അത് ചെയ്ത് ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാം ഏൽപ്പിച്ച് കയറ്റി വിട്ട ഒരാൾ അതിന്റെ ഉള്ളിൽ വന്നപ്പോ അയാളായിട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല, കണ്ടുപോയി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളാ. അപ്പൊ പിന്നെ അതെന്താന്ന് പറയുക, ജാസ്മിൻ സംസാരിക്കുമ്പോ ജാസ്മിൻ ശ്രദ്ധിക്കണം. കാരണം ജാസ്മിൻ അവിടെ കാണിക്കുന്നതും പറയണതും ഈ പുറത്ത് നടക്കുന്നതും ഓരോരോ സംഭവങ്ങളാണ്. അതെന്ന് വെച്ചാൽ ജാസ്മിന്റെ കാര്യത്തിൽ ജാസ്മിൻ ഉള്ളിൽ നടക്കണേക്കാൾ ഗെയിം പുറത്ത് നടക്കുന്നുണ്ട്. ജാസ്മിന് വളരെ സ്ട്രോങ് PR-ഉം ന്യായീകരിക്കാൻ അന്തം കമ്മികളും പുറത്തുള്ളിടത്തോളം കാലം ഷീ ക്യാൻ സേ എനിത്തിങ്. ജാസ്മിൻ എന്ത് വേണമെങ്കിൽ പറയാം, കപ്പും കിട്ടും, എല്ലാം കിട്ടും, എന്ത് വേണമെങ്കിൽ പറയാം. കാരണം അതാണ് സിറ്റുവേഷൻ. ഇത് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തോണ്ടല്ല ഞങ്ങൾ പറയാനുള്ളത് പറയാം നമ്മളിത്. പക്ഷെ ഞങ്ങൾക്ക് പേഴ്സണലി അറിയാം നമ്മൾ ആരാ എന്താ ഏതാന്നുള്ളത്. ആരും ഒരു സപ്പോർട്ടും ഇല്ല. പിന്നെ ഇപ്പോൾ ഇന്ന് അപ്സരന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. അപ്സരന്റെ ഇന്റർവ്യൂ ജിൻഡോ അത് നമ്മള് കാണുന്നതാണ്. ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവണം ബിഗ് ബോസ്. പക്ഷെ അപ്സരയെ കുറിച്ച് റിവ്യൂ പറഞ്ഞപ്പോ ഓരോ പ്രാവശ്യം റിവ്യൂ പറയുമ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു അപ്സരയുടെ ആറ്റിറ്റ്യൂഡും എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അപ്സര ഇരിക്കുന്ന രീതി അതൊന്നും എനിക്ക് ഇഷ്ടാവില്ല പറയാം. അതിൽ എനിക്കിപ്പോ ഈ ഇപ്പോഴത്തെ ഇന്റർവ്യൂ കണ്ടപ്പോ, പുറത്തിറങ്ങിയിട്ടുള്ള ഇന്റർവ്യൂ കണ്ടപ്പോ റിഗ്രറ്റ് തോന്നിയില്ല ആ പറഞ്ഞതിന്. കാരണം ഒട്ടും റിഗ്രറ്റ് തോന്നുന്നില്ല. കാരണം അപ്സര പുറത്തു വന്നിട്ടുള്ള ഇന്റർവ്യൂവിനും അതേ ആറ്റിറ്റ്യൂഡ്, അതേ ഭാവം, അതേ രീതി. ഒരു എന്താ പറയാ അല്ലേ, ഇവര് ഈ റസ്മിന്റെ അപ്സരയുടെയൊക്കെ വിചാരം അവരാണ് ശരി, ഈ പുറത്ത് പ്രേക്ഷകർക്ക് തെറ്റ്, അവരെ ഫുൾ കുറ്റം പറയാം. നമ്മളപ്പോ ചിലപ്പോ അങ്ങനെ പറയണ്ടോ, നമ്മളാണ് ശരി പറയണ്ടോ. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഇത് കഴിഞ്ഞിട്ട് പുറത്ത് വരുന്നവർ എന്ത് ഇഷ്ടമായിരുന്നു പറയാം ആൾക്കാർക്ക് കാണാനും. അവർ കാണുമ്പോ ഭയങ്കര ഇഷ്ടം പുറത്ത് വരുന്ന ഓരോരുത്തരും, അതുപോലെ അവരുടെ ഇന്റർവ്യൂ കാണാൻ. ഇപ്പൊ പുറത്തിറങ്ങിയ ചില ടീംസിനെയൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു മൈൻഡ് തന്നെ ചെയ്യുന്നുണ്ടാവില്ല. കാണാനുള്ള ഒരു ഇതില്ല അവരുടെ ഒന്നും. കറക്റ്റ്. പിന്നെ ഇപ്പൊ അഭിഷേക് ജിൻഡോ ഒരു ചെറിയൊരു സംഗതി സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഫാൻസ് തമ്മിൽ ചെറുതായിട്ട് ഒരു വോട്ട് സ്പ്ലിറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ആ വോട്ട് സ്പ്ലിറ്റ് വരുന്നുണ്ട് എന്നുള്ളൊരു സംഗതി ഉണ്ടാക്കുന്നത് വേറെ ആൾക്കാരുടെ PR ആണ് എന്നുള്ളൊരു സംഗതിയുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇങ്ങനെ ഓരോരുത്തര് ഓരോ സംഭവം അയച്ചു തരുന്ന സമയത്തും ഓരോരോ അഭിഷേക് ഇല്ലല്ലോ അല്ലെ. ഇപ്രാവശ്യം അഭിഷേക് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് വരുന്ന ജിൻഡോക്ക് ആയിരിക്കണം. ജിൻഡോക്ക് ആ വോട്ട് കംപ്ലീറ്റ് ചെയ്യും. സപ്പോർട്ടിങ്ങിന്റെ കേസ്. കാരണം വെച്ചാൽ PR-കൾ തമ്മിലേ ഇതൊക്കെ അഭിഷേകിന്റെ PR ഉണ്ടോ എന്നും ജിൻഡോ PR ഉണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല.
ജാസ്മിന് VR ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കളി കിടക്കുന്നുണ്ട് അല്ലേ വിധോ? അപ്പൊ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ സംഭവം. പിന്നെന്തോ ഒരു സംഗതി കൂടി നമ്മൾ പറയാൻ വിചാരിച്ചു. ഇപ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടപ്പോഴും എന്തോ കാര്യപ്പെട്ടുള്ളത്. ഒരു കാര്യം 100% ഷുവറാണ്, ഈ സാധനം ക്യാമറ ഓഫ് ചെയ്യുന്ന സമയത്ത് അത് വരാതിരിക്കില്ല. പക്ഷെ അങ്ങനെ എന്തോ ഒരു വലിയ പോയിന്റാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്താ പോയിന്റ് എന്നുള്ളത് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ജിൻഡോ ജാസ്മിൻ ഫൈറ്റിന്റെ സിറ്റുവേഷൻ അതാണ്. താനാരാ തന്നാരാ എന്ന് പറഞ്ഞിട്ട് അവസാനം ആ സംഗതി അവസാനിപ്പിച്ചു അല്ലേ. പക്ഷെ അതിനിടയ്ക്ക് ഒരു സാധനം അവിടെ ജാസ്മിന്റെ വായന്ന് വീണു. ഇത് സായിയുടെ വായന്ന് ഫസ്റ്റ് വീണു. അതുകൊണ്ട് ഇതൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. സായി കേറി വന്ന സമയത്ത് ജിൻഡോനെ വിളിച്ചത് മാമാന്നാണ് സത്യം. യു റിമെമ്പർ? സായിയുടെ കയ്യിൽ ജിൻഡോക്കെതിരെ പൊട്ടിക്കാൻ ഒരു ബോംബുണ്ട്. 2. മൂന്നാമത് ജാസ്മിൻ ഇന്ന് സംസാരിച്ചപ്പോ നിന്റെ അച്ഛനോ ജാസ്മിനെ ഉപദേശിച്ചതാണല്ലോ. അതായത് ജിൻഡോ ഇങ്ങനെ പുറത്തു പോയാ ഇപ്പൊ മിണ്ടാണ്ടിരിക്കണ നല്ലതെന്നോട് ഉപദേശിച്ചതാണല്ലോ. അപ്പൊ അതിന്റെ പകുതി ഞാൻ പറയാം. ഉപദേശിച്ചപ്പോ അഭിഷേകും ഋഷി പറഞ്ഞു നമുക്ക് ഒരു അച്ഛനാണ് നിന്നെ ഉപദേശിക്കുന്നത് പറഞ്ഞു. അച്ഛന്റെ പോലെയാണെന്ന് സായി അഭിഷേകും ഋഷി ഇവര് 3 ആളും കിടക്കുമ്പോ പറഞ്ഞു. അതിന് ജാസ്മിൻ പറഞ്ഞതാണ് അച്ഛനല്ല മാമൻ. അപ്പൊ ആ മാമൻ എന്തോ ഒരു 3 സ്ഥലത്തായി നമ്മൾ ഈ മാമന്റെ പരിപാടിയും സംഗതിയും സീക്രട്ട് ഏജന്റിന്റെ സീക്രട്ട് ഏജന്റിന്റെ വായെന്ന് കേൾക്കുന്നു. സീക്രട്ട് ഏജന്റിന് അത്രയും ബന്ധമുള്ള ജാസ്മിന്റെ വായെന്ന് കേൾക്കുന്നു. പുറത്ത് ബോംബ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ എന്തോ ഒരു സംഗതി വളരെ കാര്യമായിട്ട് ജിൻഡോക്കെതിരെ സംഗതി അവിടെ എവിടേക്കോ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്യണം ഇതൊക്കെ. അപ്പൊ പിന്നെ എന്തോ ഒരു സംഭവം ജിൻഡോക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. 100% ഷുവറാണത്. എനിക്ക് 100% ഷുവറാണ്. എല്ലാവരും ഷുവറിന് എടുക്കണം എന്നല്ല പറയുന്നത്. എനിക്കെന്തോ അങ്ങനെ എനിക്ക് 100% ഷുവർ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. സപ്പോർട്ടിന് ഇവിടെ ആളില്ല. ഞാൻ പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റേ ഏതാണ് ആ അജു വർഗീസിന്റെയും നിവിൻ പോളിന്റെയും സിനിമ ഉണ്ടല്ലോ വടക്കൻ സെൽഫി, അതിലുള്ള പോലെയാണ്. നീ മാസാടാ കൊലമാസാടാ പറഞ്ഞിട്ട് പോട്ടെ. അതെ, ആരെങ്കിലൊക്കെ വരണ്ടേ സപ്പോർട്ട് ചെയ്യാന്ന്. സാരില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ. മീശ ഒന്ന് കറക്റ്റ് അല്ല. ഇതൊക്കെ എൻ്റെ മീശ ഇതിൽ കൂടി കണ്ടിട്ട് ഞങ്ങളൊന്ന് മൊബൈലിൽ എടുക്കൊണ്ട് സ്ക്രീനിൽ ഒന്നുകൂടി വലുതായി കാണാണ്ട് അവൻ്റെ മീശ കറക്റ്റ് അല്ല എനിക്ക് ഇങ്ങനെ തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കമന്റ് ചെയ്യൂട്ടോ മീശനെ കുറിച്ച്. അതൊന്നും വേണ്ടട്ടോ. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, ഇത് ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. കാരണം വെച്ചാൽ നമുക്ക് ലൈക്കുകൾ കുറവാണ്. ആൾക്കാർ കണ്ട് പോകണേ. ആൾക്കാർ കണ്ട് പോകുന്നേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുകയാണെങ്കിൽ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അപ്പൊ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഇനി ഇവിടുന്ന് റെഗുലർ വീഡിയോസ് ഉണ്ടാവുന്നതാണ് 2 പേരും കൂടി കേട്ടോ. ശരി, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കേട്ടോ. ബൈ.